ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ദോശയാട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണ്. നമ്മൾ അരിയും ഉഴുന്നും ഒക്കെ കുതിർത്ത് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അഥവാ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഈ രണ്ട് ചട്നി ഇതിൻ്റെ നല്ലൊരു കിടു കോമ്പിനേഷനാട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോകും. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ ഇപ്പോൾ ഞാൻ എടുത്തത് സാധാരണ നമുക്ക് വലിയ തരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അരിപ്പൊടി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, സാധാരണ പത്തിരിക്ക് എടുക്കുന്ന പൊടിയാണ് എടുത്തത്. പിന്നെ 10 പീസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ റവ ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അരിപ്പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ 1/2 കപ്പായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്നതിൻ്റെ പകുതിയായിട്ട് എടുത്താൽ മതി. 1/2 കപ്പ് റവ, 1/4 കപ്പ് അരിപ്പൊടി അങ്ങനെ എടുത്താൽ മതി. ബ്രെഡ് എടുക്കുന്ന സമയത്ത് 5 പീസ് ബ്രെഡ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം, കാരണം ഈ റവയൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയാണ്. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനത് അരച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ഈ ബ്രെഡ് നമുക്കൊന്ന് പീസാക്കിയിട്ട ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വരും, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസിൽ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ റവയും അരിപ്പൊടിയും ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ഞാൻ ഐസാണ് എടുത്തത്, പത്തിരിയുടെ പൊടിയാണ് എടുത്തത്. പിന്നെ റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയായിരുന്നു, ഒന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡും കൂടെ ഇട്ട് ഒന്നുകൂടെ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച ബ്രെഡും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനെടുത്ത ബാറ്ററിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു 10 വലിയ ദോശ ചുടാനുള്ള അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുത്തോളാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയ ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. 10 മിനിറ്റ് വെക്കണമെന്നില്ല കേട്ടോ, ഒരു 5-6 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇങ്ങനെ നമ്മൾ അടച്ചു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബ്രെഡും റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ബാറ്റർ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ബാറ്റർ ലൂസാക്കി എടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ ദോശമാവിന് എങ്ങനെയാണോ ബാറ്റർ എടുക്കുന്നത് ആ ഒരു രീതിയിൽ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ദോശക്കല്ലിലോട്ട് നമുക്കൊന്ന് ബട്ടർ തേച്ച ശേഷം നമുക്കിതിലോട്ട് ഈ ഒരു ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് പരത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഒഴിക്കുന്ന ഭാഗം ഇങ്ങോട്ട് സ്കിപ്പായി പോയതാണ്. അപ്പോൾ ഇതാ ഞാൻ ദോശ വലുതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നെയ്യ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ കോമ്പിനേഷനായിട്ട് എടുത്തത് 2 ചട്നിയാണ്. അപ്പോൾ അത് രണ്ടും നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ അതിൽ റെഡ് ചട്നി ഉണ്ട്, അത് ഗാർലിക് ചട്നിയാണ്. അത് നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിയുടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കിഡ് കോമ്പിനേഷനാണ്. ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കുന്ന ചട്നിയാണത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ടിഫിനിൽ കൊടുക്കാനും ഒക്കെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിനൊക്കെ ഉള്ള ഒരു ചട്നിയാണത്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇനി ഇടാം വേറൊരു ദിവസം.
അപ്പോൾ ഈ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ദോശ മറിച്ചുകൂടെ ഇട്ടോളാം കേട്ടോ. ഞാൻ മറിച്ചിട്ടിട്ടില്ല, ഞാൻ അങ്ങനെ തന്നെയാണ് ഒരു ഭാഗം മാത്രമാണ് കുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സോടെ എന്നോട് പറയാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.